ഫോർമുല ഭാരത് എഞ്ചിനീയറിംഗ് കോമ്പറ്റീഷൻ കേരളത്തിൽ നിന്നൊരു ടീം പോകുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം അവർ വിന്നേഴ്സ് ആവുന്നു. നമ്മളെ കുസാറ്റിലെ 52 പിള്ളേരടങ്ങുന്ന ടീം ഡിസൈൻ ചെയ്ത ഫോർമുല സ്റ്റുഡൻറ്റ് കാറാണിത്. ഈ വണ്ടിയിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. 2014 BS KTM Duke 390 എഞ്ചിനാണ് ഇവർ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവർ ഇതിലേക്ക് സ്ലിപ്പർ ക്ലച്ച് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഗിയർ ബോക്സ് സെയിം 6 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് സീക്വൻഷ്യലായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ജെൻ ഓഫ് 390 വരുന്ന ഡ്യുവൽ ഫാൻസും കാര്യങ്ങളും വരുന്ന കർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്ററും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ചലഞ്ച്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത്, ഫിൽ ടാങ്ക് വരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലാസ്ക് കാണാൻ സാധിക്കും. ഓയിൽ ക്യാച്ച് കാനാണ് ആക്ച്വലി ഇത്. ആൻഡ് നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി MT15 ഷോക്സ് ആണ്, റിയർ ഷോക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പോൺസേഴ്സിനെ പലരും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളെ ടയർ ഗ്രൂപ്പ്, അതുപോലെ DTS റേസിംഗ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കൂടാതെ നമ്മൾ റാപ്പ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കേരളത്തിൻ്റെ സ്വന്തം തനതായ തെയ്യത്തിൻ്റെ തീമിലാണ് ഇവർ ഈ വണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അജിത് കുമാർ റേസിങ്ങിനെ പറ്റിയും അല്ലെ റെഡ് ബുൾ റേസിങ്ങിനെ പറ്റിയും ഒക്കെ ഭയങ്കര കാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കാര്യങ്ങൾ പിള്ളേർ ചെയ്യുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.